പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസത്തിലൂടെ പുറത്തായി. ബിജെപിയുടെ വി പ്രസാദാണ് UDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ പുറത്തായത്. 14-അംഗ ഗ്രാമപഞ്ചായത്തിൽ UDFിനും BJPക്കും 6 വീതവും LDFിന് 2 അംഗങ്ങളുമാണുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF വിട്ടുനിന്നതോടെ UDFിനും BJPക്കും 6 വീതം വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ BJPയുടെ വി പ്രസാദ് പ്രസിഡന്റാവുകയായിരുന്നു. വൈസ് പ്രസിഡന്റായി UDFിലെ ജെസ്സി മാത്യു ആണ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചത്. ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ LDFും അനുകൂലമായി വോട്ട് ചെയ്തതോടെ BJPക്ക് ഭരണം നഷ്ടമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ ഇത്തരം അവിശുദ്ധ സഖ്യം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നുവെന്ന് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും വി പ്രസാദ് പ്രതികരിച്ചു. വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു അനുഭവം വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെങ്കിൽ ഇവർ രണ്ടുപേര് CPMന്റെ ആശയം എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും ഒരുപോലെയാണ്, എതിർക്കപ്പെടേണ്ട കക്ഷികളാണെന്നാണ് CPM പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ CPM ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ അവിശ്വാസ പ്രമേയം നാരങ്ങാനം പഞ്ചായത്തിലെ വികസന മുരടിപ്പാണ് അവിശ്വാസം കൊണ്ടുവരാൻ കാരണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ VP മനോജ് കുമാർ പറഞ്ഞു. നിരന്തരമായ ഭരണ വീഴ്ചകളും സ്വജന പക്ഷപാതവും ഉയർത്തിക്കാട്ടിയാണ് ഞങ്ങൾ ഈ അവിശ്വാസം കൊണ്ടുവന്നത്. 14 ഭരണസമിതി അംഗങ്ങളിൽ 8 പേർ ഇക്കാര്യത്തിൽ അവിശ്വാസത്തെ പിന്തുണച്ചു. അങ്ങനെ ഇന്നത്തെ ഈ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ്.